ജില്ലയിലെ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയിയാണ് ഇനി നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീമതി ജിൻസി ജോയ്. ഇടുക്കി ഡാമിനോടടുത്ത ഗ്രാമപഞ്ചായത്താണ് മരിയാപുരം ഗ്രാമപഞ്ചായത്ത്. 2020-2021 സാമ്പത്തിക വർഷത്തിൽ ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ച പഞ്ചായത്താണ് മരിയാപുരം. ഇതുവരെയുള്ള ഭരണ സംവിധാനത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഒറ്റനോട്ടത്തിലൊന്ന് വിലയിരുത്താനാവുക? മരിയാപുരം ഗ്രാമപഞ്ചായത്ത് തികഞ്ഞ ജനസാന്ദ്രത കുറഞ്ഞ ഒരു പഞ്ചായത്താണ്. കാമാക്ഷി വാഴ്ത്തൊപ്പ് പഞ്ചായത്തുകളുടെ ഇടയിലായി ഇടുക്കി അണക്കെട്ടിനോട് ചേർന്നിട്ടാണ് കൊച്ചു മരിയാപുരം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 11 സ്കൂളുകളും 19 അംഗൻവാടികളും ഫാമിലി ഹെൽത്ത് സെന്ററായ മരിയാപുരം കുടുംബാരോഗ്യ കേന്ദ്രവും ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി, ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ കീഴിലായി 3 സബ് സെന്ററുകള്, നിരവധിയായ പഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഡെയിലി, അതായത് ആഴ്ചകൾ തോറും LCD ക്ലിനിക്കുകൾ നടത്തി ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്തും കൂടിയാണ് മരിയാപുരം. ഹോമിയോ ആശുപത്രിയുടെ കീഴിൽ യോഗ ക്ലബ്ബുകളും ആയുർവേദ ആശുപത്രിയുടെ കീഴിലും യോഗ ട്രെയിനറും യോഗ ക്ലബ്ബുകളും നടത്തപ്പെടുന്നു. മാലിന്യ സംസ്കരണ ഭാഗത്തായിട്ട് 26 ഹരിതകർമ്മ സേനകൾ മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു. എല്ലാ വീടുകളിൽ നിന്നും സെഗ്രിഗേഷൻ നടത്തിയ പ്ലാസ്റ്റിക് സാധനങ്ങൾ MCF-ൽ എത്തിക്കുകയും MCF-ൽ നിന്ന് സമയബന്ധിതമായി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പറയുകയാണെങ്കിൽ മരിയാപുരം CDS-നൊപ്പം നിന്ന് ഒരു പ്രൊഡ്യൂസർ ഗ്രൂപ്പ്, വാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിലൂടെ 4 വനിതകൾക്ക് അതിന്റെ പ്രാധാന്യം കിട്ടി വരുന്നു. കൃഷിഭവനുമായിട്ട് ചേരുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഒന്നായ ഞങ്ങളും കൃഷിയിലേക്ക്, അതിൽ വഴി കൃഷിക്കൂട്ടം രൂപീകരിച്ച് നമ്മളെ കൃത്യത കൃഷി പഞ്ചായത്തില് കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ച് കൃത്യത കൃഷി നടത്തി. തീർച്ചയായും മരിയാപുരം ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിൽ അടക്കം നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഏതൊക്കെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള നൂതന പദ്ധതികളാണ് പഞ്ചായത്ത് കാർഷിക രംഗത്ത് നടപ്പിലാക്കുന്നത്? നൂതന പദ്ധതി ഇപ്പം സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളും കൃഷിയിലേക്ക്, അതിൽ കൃഷിക്കൂട്ടങ്ങൾ എല്ലാ വാർഡിലും നമ്മൾ ഈ 10 മുതൽ 20 വരെ അംഗങ്ങളെ ഉൾപ്പെടുത്തി കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതുവഴി സർക്കാരിന്റെ പദ്ധതിയായ പച്ചക്കറി തൈകള്, അങ്ങനെ നിരവധി തൈകളും അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കൃത്യത കൃഷി നല്ല രീതിയിൽ ഒരു കൃഷിക്കൂട്ടം നമ്മുടെ ഇടുക്കി വാർഡ് 9 കൃത്യമായിട്ട് ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നായിട്ട് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് കർഷകർക്കായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ മികച്ച വികസനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ വന്യജീവി ആക്രമണങ്ങൾ, കാട്ടുപന്നി പോലുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇതൊക്കെ തടയാനായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്? സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പം കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനായിട്ട് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. അപ്പം ലൈസൻസ് ഉള്ള തോക്കുടമകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. പിന്നെ കാട്ടുമൃഗങ്ങളുടെ വലിയ ആക്രമണമില്ല, കാട്ടുപന്നികളും മുള്ളൻ പന്നികളുടെയും ആക്രമണം ഉള്ളത് കൊണ്ട് തന്നെ തന്നാണ്ട് കൃഷി, അതായത് കപ്പ, ചേന അങ്ങനെയുള്ള കൃഷികളൊക്കെ നടത്താൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ അടക്കം മരിയാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്? ആരോഗ്യ മേഖലയ്ക്ക് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് ഏറ്റവും മികച്ച പ്രാധാന്യം നൽകി വരുന്നുണ്ട്. ഹോമിയോ ആശുപത്രിയുടെ കീഴിലെ യോഗ ക്ലബ്ബുകൾ നടത്തുകയും ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് വഴി ക്യാമ്പുകൾ ഒക്കെ നടത്തുകയും വയോജന ക്യാമ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. മരിയാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലായിട്ട് എല്ലാ ആഴ്ചയും വാർഡുകൾ തോറും LCD ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ എല്ലാ ആഴ്ചയും ചെക്ക് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി. ആയുർവേദ ആശുപത്രിയിലും യോഗ ക്ലബ്ബുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വനിതകൾക്ക് വേണ്ടിയിട്ട് ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകൾ നടത്താറുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് പാസ്മിയർ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പുകൾ ആലോചിച്ച് നടത്തുന്നുണ്ട്. വേനൽക്കാലമാണ്, കുടിവെള്ളക്ഷാമമൊക്കെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുടിവെള്ളക്ഷാമം രൂപപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് ഇത് പരിഹരിക്കാനുള്ള പദ്ധതികളൊക്കെ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? കുടിവെള്ളക്ഷാമം നന്നായിട്ട് നേരിടുന്ന ഒരു പഞ്ചായത്താണ് മരിയാപുരം ഗ്രാമപഞ്ചായത്ത്. അപ്പം പഞ്ചായത്തിലെ സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് കുടിവെള്ള വിതരണം പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും നടത്തി കൊടുക്കാറുണ്ട്. പിന്നെ ഏറ്റവും വലിയ പദ്ധതിയായ ജലജീവൻ മിഷനുമായിട്ട് ചേർന്ന്
12ഓളം കുടിവെള്ള കുഴൽക്കിണറുകൾ കുത്തി കുടിവെള്ള കണക്ഷൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണെന്ന് തന്നെ പറയാം. ഇനിയും പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. സർക്കാരിന്റെ പരിഗണന കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. തീർച്ചയായും വേനൽക്കാലം പോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് മഴക്കാലം. ഈ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ പോലുള്ള പ്രദേശങ്ങളുണ്ടോ? ഈ മണ്ണിടിച്ചിലുള്ള പ്രദേശത്തുള്ള വീടുകളിലുള്ള ആളുകളെയൊക്കെ എങ്ങനെയാണ് ആ സമയത്ത് മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്? തീർച്ചയായിട്ടും പ്രളയത്തിന്റെ വലിയൊരു ഭാഗം അനുഭവിച്ച പഞ്ചായത്താണ് മരിയാപുരം ഗ്രാമപഞ്ചായത്ത്. 2018 പ്രളയത്തില് ഉപ്പുതോട് വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി. ഒരാള് മണ്ണിനടിയിൽപ്പെട്ട് കാണാതായതൊക്കെ വലിയൊരു വാർത്തയായ ഇതാണ്. അത് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് ഉപ്പുതോട് വാർഡിലാണ്. മണ്ണിടിച്ചിലുണ്ടാവാറുണ്ട്. വെള്ളപ്പൊക്കം പെരിയാറ് പഞ്ചായത്തിൽ കൂടെ കടന്നു പോകുന്നതായതുകൊണ്ട് തന്നെ വലിയൊരു വെള്ളപ്പൊക്കത്തിന് സാധ്യതയൊക്കെ ഉള്ളതാണ്. അപ്പം വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാറുണ്ട്. അതിന് സ്കൂളുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. പള്ളികളിലെ പാരിഷ് ഹാളുകൾ തരാറുണ്ട്. നാനാവിധ ജാതി മതസ്ഥരുടെ ഒരു സഹായ സഹകരണങ്ങൾ എപ്പോഴും പഞ്ചായത്തിന് ലഭിക്കാറുമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടോടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത്. തീർച്ചയായും ഗ്രാമീണ റോഡുകളുടെ പദ്ധതികൾ എങ്ങനെയാണ്? വഴിവിളക്കുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള പദ്ധതികളിൽ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? പഞ്ചായത്തിന് കിട്ടുന്ന റോഡ് വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പഞ്ചായത്തിലെ വിവിധ റോഡുകൾ നമ്മൾ മെയിൻ്റനൻസ് ചെയ്തെടുക്കുന്നത്. ശരിക്കും ഗ്രാമീണ റോഡുകൾ, അതായത് മൺ റോഡുകൾ കൂടുതലുള്ള ഒരു പഞ്ചായത്താണ്. അതിന് സർക്കാരിന്റെ ഒരു പ്രത്യേക ഫണ്ട് അനുവദിച്ചു തന്നാൽ മാത്രമേ നമുക്ക് റോഡുകളുടെ വികസനം സാധ്യമാവുകയുള്ളൂ. എങ്കിലും മറ്റ് സർക്കാർ തരുന്ന വികസന ഫണ്ട് ഉപയോഗിച്ച് എല്ലാ റോഡുകളും തന്നെ മാക്സിമം നല്ല രീതിയിലാക്കാൻ ഞങ്ങൾ 13 മെമ്പേഴ്സും ഒരുപോലെ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക്, ഭിന്നശേഷി ആളുകൾക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ എത്രത്തോളമാണ് പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. പാലിയേറ്റീവ് നേഴ്സിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസങ്ങളിലും ഓരോ വാർഡുകൾ തോറും കയറിയിറങ്ങി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നമുക്ക് 6 ലക്ഷം രൂപയുടെ ഒരു CSR ഫണ്ട് പാലിയേറ്റീവ് ഉപകരണങ്ങളായി നമുക്ക് കാഡ്ബറീസിൽ നിന്ന് കിട്ടുകയുണ്ടായി. അത് മരിയാപുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിട്ട് തന്നെ കരുതുന്നു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 3 മെഡിക്കൽ ഓഫീസറും നേതൃത്വം കൊടുക്കാറുണ്ട്. ഹോമിയോ, ആയുർവേദം, ഫാമിലി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർമാരുടെ നേതൃത്വം കൊടുക്കാറുണ്ട്. ഏകദേശം 215 പേഷ്യൻസ് ആണ് നമുക്ക് പാലിയേറ്റീവിലുള്ളത്. ഇത്തരത്തിൽ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ, വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഈ പദ്ധതി ഒരു തുടർച്ചയായിട്ടുള്ള ഒരു മാതൃക ഗ്രാമപഞ്ചായത്താണ്, ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെയുള്ള ഒരു പരിശ്രമമാണ് ഇത്തരത്തിലൊരു വികസന നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കാനുള്ള കാരണം? അത് ഞങ്ങൾ 13 മെമ്പേഴ്സും ഒറ്റക്കെട്ടായി നിൽക്കുന്നതും ഞങ്ങളുടെ പഞ്ചായത്തിലെ ജീവനക്കാരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അതിന് പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും സഹകരണം കിട്ടാറുമുണ്ട്. തീർച്ചയായും സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അതുപോലെ തന്നെ സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ? സ്ത്രീ ശാക്തീകരണ രംഗത്ത് നമ്മൾക്ക് മരിയാപുരം CDS 161 അയൽക്കൂട്ടങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത്. തികച്ചും ഒരു കാർഷിക ഗ്രാമമാണല്ലോ, അതുകൊണ്ട് തന്നെ JLGകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 245 JLG ഗ്രൂപ്പുകള് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ചെയ്ത് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നു. പിന്നെ സ്വയം തൊഴിൽ എന്ന വണ്ണം കേരള ചിക്കൻ യൂണിറ്റ് ഒരു 6 എണ്ണം മരിയാപുരം CDSന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. വനിതകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മരിയാപുരം CDS ഒരു പ്രൊഡ്യൂസർ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അത് വാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഗ്രൂപ്പാണ്. അതിലൂടെ 4 വനിതകൾക്ക് സ്ഥിര വരുമാനം അവര് ഉറപ്പിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ, മരിയാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമായിരുന്നു ഉണ്ടായിരുന്നത്? ആരോഗ്യ മേഖലയിൽ വളരെ നല്ല മുന്നേറ്റമാണ് ഉള്ളത്. അപ്പം ആയുർവേദ ആശുപത്രിയിലൊക്കെ യോഗ ക്ലബ്ബുകൾ നടത്തുകയും ഹോമിയോ ഡിപ്പാർട്ട്മെന്റ്, അതായത് 2 യോഗ ഇൻസ്ട്രക്ടർമാരാണ് നമുക്കുള്ളത്. അവരുടെ നേതൃത്വത്തിൽ പകുതി വാർഡുകളിൽ വെച്ച് ADSന്റെ ഒക്കെ സഹകരണത്തോടെ യോഗ ക്ലബ്ബുകൾ നടത്തി ആരോഗ്യ സംവിധാനത്തിൽ ഏറ്റവും നല്ല മാർഗനിർദ്ദേശങ്ങൾ തന്നെ മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കൊടുത്ത് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് നടത്തുന്നുണ്ട്.
ടൂറിസം മേഖലയ്ക്ക് സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണോ? അതുപോലെ തന്നെ ഇനി എന്തൊക്കെ പദ്ധതികളാണ് പൂർത്തീകരിക്കാനുള്ളത്? ഭാവി പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഇനി? ടൂറിസം മേഖലയ്ക്ക് നല്ല സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ്. ആ, വാർഡ് 6 ഡബിൾ കട്ടിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് നല്ലൊരു പദ്ധതി കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വാർഡ് 1 കരിമ്പൻ, ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് കരിമ്പൻ കുത്ത് വെള്ളച്ചാട്ടം നവീകരിക്കുക എന്നുള്ളത്. അതാണ് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതി. ഇനി വരും കാലങ്ങളിൽ പുതിയ ഭരണസമിതി വരികയാണെങ്കിലും അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത് ഈ കരിമ്പൻ കുത്ത് വെള്ളച്ചാട്ടം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് മിച്ചം നിൽക്കുന്നത്. തീർച്ചയായും ആ സ്വപ്ന പദ്ധതിയൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് അംഗനവാടി മേഖലയിലൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? വിദ്യാഭ്യാസ രംഗത്ത് മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ 11 സ്കൂളുകളാണുള്ളത്. അതില് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ബാക്കി 5 LP സ്കൂളുകളും 3 ഹൈസ്കൂളുകളും 3 UP സ്കൂളുകളും ഉൾപ്പെടുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ നല്ല പഠന നിലവാരത്തിൽ തന്നെ പോകുന്നു. 100% വിജയം മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ 3 ഹൈസ്കൂളുകളും SSLCക്ക് സ്വന്തമാക്കാറുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തപ്പെടുത്തി കൊടുക്കാറുണ്ട്. തീർച്ചയായും നിരവധി മേഖലയിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് ഇടപെടുന്നുണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. തുടർന്നുള്ള ഭരണവും ഉചിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ജിൻസി ജോയ്. ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK വേണുകുമാർ, ഇടുക്കി ജില്ലയിലെ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് എന്നിവരാണ് നമ്മളോടൊപ്പം എൻ്റെ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.